നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കേരള പ്രവാസി സംഘം കൊടകര ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം നടത്തി. യോഗം CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം VB മോഹൻ, പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ജോഷി C മഞ്ഞളി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, KS സുരേഷ്, ആദിത്യ, സംഗീത് രാജൻ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ചെയർമാനായി KK രാമകൃഷ്ണനെയും കൺവീനറായി ജോഷി C മഞ്ഞളിയെയും ട്രഷററായി KS സുരേഷിനെയും തെരഞ്ഞെടുത്തു. കേരള പ്രവാസി സംഘം കൊടകര ഏരിയ സമ്മേളനം പറപ്പൂക്കരയിൽ വെച്ച് സെപ്റ്റംബർ 21 നടക്കുന്നത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശിയിൽ നിന്ന് 30,251,999 രൂപ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി തട്ടിയെടുത്ത കേസിൽ കൊല്ലം സ്വദേശി അറസ്റ്റിൽ. അഞ്ചാലുമൂട് പ്രാക്കുളം സ്വദേശി രോഹിണി നിവാസ് 34 വയസ്സുള്ള ശ്രീകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിയെടുത്ത പണത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ശ്രീകുമാർ കമ്മീഷൻ വാങ്ങിയെന്ന് വ്യക്തമായതോടെയാണ് കേസിൽ ശ്രീകുമാറിനെ പ്രതി ചേർത്തത്. പണം അയച്ചതിന്റെയും ലാഭത്തിന്റെയും വിവരങ്ങൾ വ്യാജ ആപ്പിലൂടെ പരാതിക്കാരന് ലഭിക്കുന്നുണ്ടായിരുന്നു. 1,31 ലക്ഷം രൂപ അക്കൗണ്ടിലുള്ളതായി മെസ്സേജ് ലഭിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പലവിധ കാരണങ്ങളാൽ പിൻവലിക്കാനായില്ല. ഇതോടെയാണ് പണം നിക്ഷേപിച്ചത് വ്യാജ സ്ഥാപനത്തിലാണെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് വഴി സൈബർ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട പണമിടപാടുകൾ നടത്തിയതിന് 34 പരാതികൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. ജില്ലാ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ BK അരുൺ, SIമാരായ KG സജിൽ, PF തോമസ്, TG സാബു, CPOമാരായ ധനേഷ്, വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പാലപ്പള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ സൗരോർജ്ജ വേലിയിലെ കാടും പടലും നീക്കി. വനംവകുപ്പിന്റെയും മലയോര കർഷക സംരക്ഷണ സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. പുലിക്കണ്ണി മുതൽ കോയാടിപ്പാലം വരെയുള്ള ഭാഗങ്ങളിലെ കാടും പടലും നീക്കം ചെയ്തു. കഴിഞ്ഞ കുറച്ചു ദിവസമായി കാട്ടാനക്കൂട്ടങ്ങളുടെ നിരന്തര സാന്നിധ്യം മേഖലയിലുണ്ട്. പിള്ളത്തോടിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ സ്കൂൾ വാഹനങ്ങൾ പെട്ടിരുന്നു. റബ്ബർ തോട്ടങ്ങളിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നതോടെ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതോടെയാണ് സൗരോർജ്ജ വേലി അടക്കം സജീവമാക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അതേസമയം പാലപ്പള്ളി ചീനിക്കുന്നിൽ പകൽ സമയത്ത് പുലി ഇറങ്ങി പശുവിനെ കൊന്നതും നാട്ടുകാരെ ഭീതിയിലാക്കി. വ്യാഴാഴ്ച വൈകിട്ടാണ് ചീനിക്കുന്ന് റബ്ബർ തോട്ടത്തിൽ പുലി പശുവിനെ കൊന്നത്. ആക്രമിച്ചത് പുലിയാകാമെന്ന് വനപാലകർ പറഞ്ഞു. ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 1ാം റാങ്കോടെ MTech നേടിയ അമ്പനോളി സ്വദേശി ചെറ്റക്കൽ ആന്റണി സെബാസ്റ്റ്യനെ കോപ്ലിപ്പാടം റെഡ് ആർമി ചാരിറ്റബിൾ സൊസൈറ്റിയും CPM കോപ്ലിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്ന് അനുമോദിച്ചു. KK രാമചന്ദ്രൻ MLA ഉപഹാരം സമ്മാനിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രാജൻ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, BD സിനോജ്, PS ശ്രീജിത, CS യഹിയ എന്നിവർ സന്നിഹിതരായി. കൊടകരയ്ക്ക് പൊന്നിൻ പ്രൗഢിയേകി ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് കഴിഞ്ഞ 45 വർഷത്തെ സേവന പാരമ്പര്യമുള്ള രാജ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാറിലെ വൻ വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ കൊടകരയുടെ മണ്ണിലും എത്തിയിരിക്കുന്നത്. വിലാസിനി ചെമ്പാറ, വിജയൻ ചെമ്പാറ, ഉണ്ണികൃഷ്ണൻ ചെമ്പാറ, ശശി പോട്ടയിൽ, ഉഷ പോട്ടയിൽ, ഇഷാര MD സാഗർ പോട്ടയിൽ, ജിന്മ സാഗർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. പ്രശസ്ത സിനിമാ താരം നമിത പ്രമോദ ഇഷാരയുടെ 2ാമത് ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് കൊടകരയിലെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടാണ്. ഒരുപാട് സന്തോഷമുണ്ട് കൊടകരയിൽ വരാൻ സാധിച്ചതിൽ. ആൻഡ് ദാറ്റ് ടു ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ. ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഉള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈറ്റ് വെയ്റ്റിന്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ ഉണ്ട് ഇവിടെ ഈ സൈഡിൽ. പിന്നെ ഡയമണ്ട്സ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു സ്റ്റഡ്സ് ഉണ്ട്, ഫിംഗർ റിങ്സ് ഉണ്ട്,
എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓൾ ദി വെരി ബെസ്റ്റ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. തൃപ്രയാർ ഒരു ഷോറൂം ഉണ്ട്, കൊടകര ഇത് രണ്ടാമത്തെ ഷോറൂമാണ്. ഓൾമോസ്റ്റ് ഒരു 45 years ആയിട്ട് ഹോൾസെയിൽ മാനുഫാക്ചറിംഗിൽ ഓൾറെഡി ഉള്ളതാണ് രാജ് ഗ്രൂപ്പ് ആൻഡ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഓൾ ദി വെരി ബെസ്റ്റ്. ജലജ രാജൻ ചെമ്പാറയിൽ ആദ്യ വിൽപ്പന നടത്തി. KR ഗ്രൂപ്പ് ചെയർമാൻ KR ദിനേശൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. TJ സനീഷ് കുമാർ ജോസഫ് MLA, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം CDCB, കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ചിറയത്ത്, ജ്വല്ലറി മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK സാബു, കൊടകര മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ജോസഫ്, BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ സ്വാഗതവും MD സാഗർ പോട്ടയിൽ നന്ദിയും പറഞ്ഞു. ഇഷാര PRO ഉബൈദ, സീനിയർ ഷോപ്പ് മാനേജർ ജിൻസൺ മംഗളം എന്നിവർ നേതൃത്വം നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച നിരവധി സമ്മാനങ്ങളാണ് ഇഷാര ഒരുക്കിയിരുന്നത്. ഉദ്ഘാടന വേളയിൽ എത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത 3 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി കപ്പിൾ പാക്കേജിൽ മലേഷ്യൻ ട്രിപ്പിനുള്ള അവസരവുമുണ്ട്. കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് ചെയിൻ സമ്മാനം. സ്വപ്നതുല്യമായ ഡിസൈനിങ് സ്വർണ്ണാഭരണങ്ങളുടെയും ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കമനീയ ശേഖരം തന്നെയാണ് ഇഷാരയിൽ ഒരുക്കിയിരിക്കുന്നത്. ഹോൾസെയിൽ വിലയിൽ സ്വർണം സ്വന്തമാക്കാം. സന്ദർശിക്കുക ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊടകര. ഫോൺ നമ്പർ 9846125280. മറ്റൊരു ഫോൺ നമ്പർ 9846125285. ചാലക്കുടി മുഞ്ഞേലിയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന 1 കിലോ കഞ്ചാവുമായി കൊല്ലം സ്വദേശി പിടിയിൽ. കൊല്ലം മാങ്കോട് സ്വദേശി പ്രസന്നനെയാണ് ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് സിയുവും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിലവിൽ 6 മാസത്തോളമായി വെള്ളഞ്ചിറയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. പിടിയിലായ പ്രസന്നൻ സ്ഥിരമായി ഒരു സ്ഥലത്തും താമസിക്കാതെ കഞ്ചാവ് കച്ചവടം നടത്തി വരുന്ന ആളാണെന്ന് എക്സൈസ് പറഞ്ഞു. മുൻപ് ചിറങ്ങരയിലും കൊരട്ടിയിലും വാടകയ്ക്ക് താമസിച്ചിരുന്നു. കഞ്ചാവ് ഉപയോഗം സംബന്ധിച്ച് ഇയാൾക്ക് നേരത്തെ കേസുണ്ടായിരുന്നു. ഇയാൾക്ക് കഞ്ചാവ് കൈമാറിയ ഒല്ലൂർ സ്വദേശി അനൂപ് എന്നയാളെ കുറിച്ചുള്ള അന്വേഷണവും എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. ചാലക്കുടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9215 രൂപയും പവന് 73,720 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.